നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് സമീപത്തുള്ള ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഡിറ്റ്വ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വഴി നവംബർ 30 രാവിലെയോടെ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യത. തമിഴ്നാട്, ആന്ധ്ര തീരമേഖലകളിലും പുതുച്ചേരിയിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ഉടൻ കേസെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാവും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക. പിന്നീട് കേസ് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം റൂറൽ എസ്.പിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. കേസിൽ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രി രേഖപ്പെടുത്തിയിരുന്നു. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകി ഇന്നലെ വൈകിട്ടാണ്. നേരിട്ടെത്തിയ തെളിവുകൾ ഉൾപ്പെടെയാണ് യുവതി പരാതി കൈമാറിയത്. വാട്സാപ്പ് ചാറ്റുകൾ, ഓഡിയോ സംഭാഷണം അടക്കം ഡിജിറ്റൽ തെളിവുകൾ കൈമാറിയതാണ് വരുന്ന വിവരങ്ങൾ. അതിജീവിതയുടെ പരാതി ലഭിച്ച മുഖ്യമന്ത്രി ഉടൻ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കേസെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിക്ക് യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള രാഹുലിന്റെ പ്രതികരണം. യുവതിയുടെ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ മുൻകൂർ ജാമ്യത്തിന് നീക്കവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. മുൻകൂർ ജാമ്യത്തിലുള്ള സാധ്യതകളാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടവർ പരിശോധിക്കുന്നത്. കൊച്ചിയിലെ ഹൈക്കോടതി അഭിഭാഷകനുമായി ചർച്ച നടത്തിയാണ് വിവരം. പരാതിയുടെ പകർപ്പും കേസിന്റെ സ്വഭാവം പരിഗണിച്ച ശേഷം തുടർ നടപടി ആലോചിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് എം.എൽ.എ. ഓഫീസ് പൂട്ടിയ നിലയിൽ രാഹുലിനെതിരെ യുവതി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പീഡന പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം.എൽ.എ. ഓഫീസിന് പൂട്ടിയെന്നാണ് വിവരം. പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നു രാഹുൽ. എന്നാൽ നിലവിൽ രാഹുൽ എവിടെയാണെന്ന് വിവരങ്ങളൊന്നുമില്ല. ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മാത്രമാണ് പ്രതികരണമായി പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിച്ച് വടകര എം.പി. ഷാഫി പറമ്പിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ എന്നും നിയമപരമായ നടപടിക്രമങ്ങൾക്ക് തടസ്സം നിൽക്കില്ലെന്നും കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടിയുമായി ആലോചിച്ച ശേഷമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഹുൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുമെന്ന ചോദ്യത്തിന് കാര്യങ്ങൾ നിയമപരമായി നടക്കട്ടെ എന്നാണ് ഷാഫി മറുപടി പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ അതിജീവിത ലൈംഗിക പീഡന പരാതി നൽകിയ വിഷയത്തിൽ പ്രതികരിച്ച് കെ.പി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് പരാതി നിയമാനുസൃതമായ നടപടിക്ക് വിധേയമാകട്ടെ എന്നും നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. യുവതിയുടെ ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഉടൻ രാജിവെക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. രാഹുൽ എം.എൽ.എ. സ്ഥാനത്തേക്ക് ഒരു നിമിഷം പോലും ഇരിക്കരുതെന്നും പരാതികൾ ഇനിയും വരുമെന്നും എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്രയും കാലം പരാതിയില്ലെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. തെളിവുകൾ ഉൾപ്പെടെയാണ് ആളുകൾ വരുന്നത്. ഒരാളും രാഹുൽ മാങ്കൂട്ടത്തിലെ എം.എൽ.എ. ആയി ഇനി അംഗീകരിക്കില്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിച്ച് നടി റിനി ആൻ ജോർജ് വളരെയധികം സന്തോഷമുണ്ടെന്നും എത്ര അസത്യ പ്രചരണങ്ങൾ നടത്തിയാലും സത്യം വിജയിക്കും എന്നുള്ളതിന്റെ തെളിവാണെന്നും റിനി പറഞ്ഞു. അതിജീവിതകൾ ആരുമില്ല, ഇത് വെറുമൊരു കെട്ടുകഥ മാത്രമാണെന്നും പ്രചരിച്ചവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണെന്നും ഒരു അതിജീവിതം മാത്രമല്ല ഒരുപാട് അതിജീവിതകൾ ഉണ്ടെന്നും ബുദ്ധിമുട്ടുകൾ നേരിട്ട മറ്റു പെൺകുട്ടികൾ മുന്നോട്ട് വരണമെന്നും നിയമപരമായി നേരിടുമെന്നും റിനി പറഞ്ഞു. പ്രതിയും കൂടെ നിൽക്കുന്നവരും യുവതിക്ക് മേൽ നടത്തിയ സമ്മർദ്ദമാണ് പരാതി നൽകാൻ ഇത്രയും വൈകാൻ കാരണമെന്നും റിനി പറഞ്ഞു. ലൈംഗിക ചൂഷണ പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എ.യുടെ പാലക്കാട് ഓഫീസ് മുമ്പിൽ പ്രതിഷേധം. ഡിവൈഎഫ്ഐ BJP പ്രവർത്തകരാണ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഓഫീസിന് മുന്നിൽ ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിച്ച് മുൻ BJP അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പരാതി അതീവ ഗൗരവമുള്ളതാണെന്നും കെ. സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. രാഹുലിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പരാതി കൊടുക്കാൻ പഠിച്ച പലരുടെയും കഥ ആഭ്യന്തര വകുപ്പിന് അറിയാമെന്നും ആ പെൺകുട്ടികളുടെ മൊഴി എടുക്കണമെന്നും രാഹുലിനെതിരെ പല പരാതികളും VD സതീശന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ പരാതിക്കനുസരിച്ച് ഇനി സർക്കാരിന് നിലപാടെടുക്കാമെന്നും കോൺഗ്രസ് സംബന്ധിച്ച് രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നും കെ. മുരളീധരൻ പറഞ്ഞു. തുടർ നടപടികൾ നോക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നും കൂടുതൽ കടുത്ത നടപടിയുണ്ടായാൽ അതനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കുമെന്നും കെ. മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകുമെന്നും യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് തനിക്കെതിരെയും ഇത്തരം പരാതി ഉണ്ടായിട്ടുണ്ടെന്നും പരാതി ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നും കേസ് ഇളഞ്ഞാൽ മുതിർന്ന നേതാക്കൾ ആലോചിച്ച് തീരുമാനം എടുക്കുമെന്നും ഇപ്പോൾ പരാതി വരാൻ കാരണം തെരഞ്ഞെടുപ്പാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അസ്വാഭാവികതയുണ്ടെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ഇത് തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നാടകമെന്നും ശബരിമല വിഷയം മറയ്ക്കാൻ സർക്കാരും ഒരു ചാനൽ മുതലാളിയും ചേർന്ന് നടത്തിയ നാടകമാണെന്നും രാഹുൽ തന്നോട് പറഞ്ഞുവെന്നും പുറത്തുവന്ന ഓഡിയോ രാഹുലിൻ്റെതാണ് എന്നതിന് എന്ത് തെളിവാണ് ഉള്ളതെന്നും അഭിഭാഷകൻ ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. SIT കസ്റ്റഡിക്ക് അവസാനിച്ചിരുന്നു. പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്യുകയായിരുന്നു. പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. ശബരിമല തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. വെർച്വൽ ക്യൂ ബുക്കിംഗ് രേഖകൾ കൃത്യമല്ലെങ്കിൽ പമ്പയിൽ നിന്നും ആളുകളെ കടത്തിവിടരുതെന്നും വെർച്വൽ ക്യൂ പാസിലെ സമയം, ദിവസം എന്നിവ കൃത്യമായിരിക്കണമെന്നും വ്യാജ പാസുമായി വരുന്നവരെ കടത്തിവിടരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ദേവസ്വം ബോർഡിനും പോലീസിനുമാണ് മുന്നറിയിപ്പ് നൽകിയത്. ശബരിമല സന്നിധാനവും പരിസരവും 24 മണിക്കൂറും എക്സൈസിന്റെ നിരീക്ഷണത്തിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറും 3 ഇൻസ്പെക്ടർമാരും 6 അസിസ്റ്റന്റ് ഇൻസ്പെക്ടറും അടങ്ങുന്ന 24 അംഗമാണ് ടീമിലെ നിലവിൽ സന്നിധാന ഡ്യൂട്ടിയിലുള്ളത്. ഇതിനു പുറമെ ഇന്റലിജൻസ് വിഭാഗത്തിലെ 2 പേരും സേവനത്തുണ്ട്. മഫ്തി പെട്രോളിംഗ്, കാൽനട പെട്രോളിംഗ് എന്നിങ്ങനെ 2 യൂണിറ്റുകളെ തെരഞ്ഞാണ് വകുപ്പിന്റെ സന്നിധാനത്തിന്റെ പ്രവർത്തനം നടക്കുക. ഓപ്പറേഷൻ റവന്യൂ KSRTC വീണ്ടും മികച്ച നേട്ടം. നവംബർ 24 ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ഓപ്പറേഷൻ റവന്യൂയായ 9.29 കോടി രൂപയാണ് KSRTCക്ക് ലഭിച്ചത്. സെപ്റ്റംബർ 8 ലഭിച്ച 10.19 കോടി രൂപയാണ് ഒന്നാമത്. രണ്ടാമത് 9.41 കോടി രൂപയാണ് ഒക്ടോബർ 6 ലഭിച്ചത്. അസാധ്യമെന്ന് കരുതുന്നതെന്നും കൂട്ടായ പരിശ്രമത്തിൽ നേടാനാകുമെന്ന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PS പ്രമോദ് ശങ്കർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ട്രൈഡേ ഉത്തരവിറങ്ങി. തെക്കൻ ജില്ലകളിൽ ഡിസംബർ 7 വൈകിട്ട് 6 മുതൽ 9 വൈകുന്നേരം 6 വരെയും വടക്കൻ ജില്ലയിൽ ഡിസംബർ 9 വൈകുന്നേരം 6 മുതൽ 11 വൈകുന്നേരം 6 വരെയുമാണ് മദ്യനിരോധനം. വോട്ടെണ്ണൽ ദിനമായ ദിവസം ഡിസംബർ 13 സംസ്ഥാനത്താകെ ട്രൈഡേ ആയിരിക്കും. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് അനുമതി ലഭിക്കാൻ ഇടപെടൽ നടത്തണമെന്ന് എംപിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വന്യജീവി സംരക്ഷണ നിയമം 1972 15 വകുപ്പിൽ നിരവധി തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങൾ ലഘൂകരിക്കുന്ന നിയമ ഭേദഗതി 2020 വന്യജീവി സംരക്ഷണ ബിൽ നിയമസഭ പാസാക്കിയിട്ടുണ്ട്. ഈ നിയമം പ്രാബല്യത്തിൽ വരാൻ രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമാണ്. ഇത് എത്രയും വേഗം ലഭ്യമാക്കുന്ന ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമം കർശനമാക്കാൻ ഒരുങ്ങി MVD. സീബ്ര ലൈൻ കടക്കുമ്പോൾ വാഹനം പിടിച്ച ലൈസൻസ് റദ്ദാക്കും. 2000 രൂപ പിഴ ഈടാക്കാനുമാണ് തീരുമാനം. സീബ്ര ലൈനിൽ വാഹനം പാർക്ക് ചെയ്താലും ശിക്ഷയുണ്ട്. ലൈസൻസ് റദ്ദാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. ഈ വർഷം 800-ലധികം കാൽനട യാത്രക്കാരാണ് റോഡപകടത്തിൽ മരിച്ചതെന്ന് ഗതാഗത കമ്മീഷൻ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.